നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം IT കമ്പനികളെക്കുറിച്ചാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ IT കമ്പനികളൊക്കെ ചരിത്രത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഒരു തകർച്ചയെ നേരിട്ടൊരു കാലമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ആൻഡ്രോപ്പിക്കിൻ്റെ പുതിയ AI പ്ലാറ്റ്ഫോംസാണ്. ഇതിനെ തുടർന്ന് ഒട്ടനേകം മാധ്യമങ്ങൾ ഇന്ത്യയിലെ IT കമ്പനികളെല്ലാം തകർച്ചയുടെ തുടക്കത്തിലാണെന്നും ഇനി അങ്ങോട്ട് ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ ഒരാവശ്യമില്ലെന്നും എന്തിനേറെ പറയുന്നു, ചില വിദഗ്ധന്മാർ IT കമ്പനികളെ തുറച്ചു നോക്കുന്നത് പണ്ടത്തെ കാലത്തെ ടെലിഫോൺ ബൂത്തുകൾക്ക് സമാനമായിട്ടാണ് എന്നൊക്കെയുള്ള പല ലേഖനങ്ങളും വീഡിയോകളും അഭിമുഖ സംഭാഷണങ്ങളും എല്ലാം നമ്മൾ കേട്ടു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പേര്, പ്രത്യേകിച്ച് IT കമ്പനികളിലും മുൻനിര IT കമ്പനികളും മുൻനിര IT കമ്പനികളല്ലാത്തവരും ഒക്കെ ഹോൾഡ് ചെയ്തിരുന്ന കുറേ പേര് കുറേ ദിവസങ്ങളായിട്ട് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, നമുക്കറിയുന്ന പോലെ തന്നെ എയുടെ ഭാവി എന്താണെന്നുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും കാര്യമായിട്ട് പ്രവചിക്കാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 4 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക. 4 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ AI ഇന്ന് ഈ നിലയിലേക്ക് 2025-26 കാലഘട്ടങ്ങളിൽ ഈ തരത്തിൽ ഉള്ള ഒരു നിലയിലേക്ക് എത്തിപ്പെടുമെന്ന് പ്രവചിച്ച ആരുമില്ല. ഇത്തരത്തിലുള്ള പ്രവചനം ഇത്തരത്തിലുള്ള നിലയിലേക്ക് എത്തിപ്പെടും, ഏജൻറ്റിക് AIയും ഈ നിലയിലേക്കൊക്കെ എത്തിപ്പെടുമെന്നുള്ള ഒരു പ്രവചനം ആ ഒരു കാലഘട്ടം മുൻകൂട്ടി കാണാൻ പറ്റുന്ന 2030-35 കാലഘട്ടങ്ങളിലേക്കായിരുന്നു. പക്ഷേ 2025-26 കാലഘട്ടങ്ങളിൽ എത്തിയപ്പോഴത്തേനും AI എന്ന് പറയുന്നത് വളരെയധികം കേപ്പബിലിറ്റീസുള്ള, വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള, വലിയൊരു പരിധിവരെ മാനുഷിക സേവനങ്ങൾക്ക് പകരം വയ്ക്കാൻ ഉതകുന്ന അത്തരത്തിലുള്ള പ്രാപ്തിയുള്ള ഒരു സാങ്കേതിക വിദ്യയായിട്ട് വളർന്നു വന്നു. അപ്പോൾ 2030 കരുതിയിരുന്നവരെല്ലാം ഒരു 5 വർഷം മുമ്പേ എത്തിപ്പെട്ട മഹാവിപത്തോ അല്ലെങ്കിൽ മഹത്തായ അനുഗ്രഹങ്ങളോ അവ സ്വീകരിക്കാൻ സത്യത്തിൽ പ്രാപ്തരായിരുന്നില്ല, പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതുമില്ല. പ്രധാനമായും മിക്ക കമ്പനികളും, പ്രത്യേകിച്ച് AIക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വർക്ക് ചെയ്തിരുന്ന പല കമ്പനികളെയും ബാധിച്ചത് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ IT കമ്പനികൾക്കൊക്കെ കഷ്ടകാലം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അഥവാ IT കമ്പനികളുടെ നിക്ഷേപങ്ങൾ നമ്മൾ ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള നിക്ഷേപ തന്ത്രങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നിവയൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോപ്പിക്കിൻ്റെ പുതിയ പ്ലാറ്റ്ഫോം അത് ഒരുമാതിരിപ്പെട്ട ഇന്നത്തെ രീതിയിലുള്ള IT കമ്പനികളുടെ എല്ലാവരുടെയും റവന്യൂ വരുന്ന ഒരു വലിയ സ്ട്രീമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ആ ഒരു സ്ട്രീമിന് പകരം വയ്ക്കാവുന്നതാണ് എന്ന രീതിയിൽ വന്നതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന മിക്ക ഇന്ത്യൻ IT കമ്പനികളുടെയും റവന്യൂവിനെ മോശമില്ലാതെ ബാധിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് സത്യത്തിൽ IT കമ്പനികൾ അഥവാ IT ഇൻഡെക്സ് ഒരു ഒറ്റ ദിവസം തന്നെ 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇല്ലാണ്ടാക്കി കളഞ്ഞത്. അതായത് കമ്പനികളുടെ ഏണിങ്സിനെയോ അല്ലെങ്കിൽ കമ്പനികളുടെ ബിസിനസ് മോഡലിനെയോ ഒന്നും ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല ഈ ഒരു 2 ലക്ഷം കോടി രൂപ നിഫ്റ്റി IT ഇൻഡെക്സിൽ നിന്നും പോയത്. പക്ഷേ ഭാവിയിലേക്ക് വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ മുൻകൂട്ടി കണ്ടിട്ടാണ് എന്നുള്ളതാണ്. എന്താണ് ഇത്ര ഭയം എന്നുള്ളത് നമ്മൾ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, നമുക്കറിയുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസൊക്കെ ആയി കഴിയുമ്പോൾ ബില്ലിംഗ് പലപ്പോഴും ഇന്ത്യയിലെ IT കമ്പനികൾ, ഇൻഫോസിസ് ആകട്ടെ, വിപ്രോ ആകട്ടെ, TCS ആകട്ടെ, ഇവയെല്ലാം നടത്തുന്നത് ബില്ലിംഗ് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ സർവീസിന് വേണ്ടിയിട്ട് എത്ര ആളുകൾ, എത്ര മാൻ പവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ അനുസരിച്ചാണ്, ബില്ലബിൾ അവേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷേ അതേസമയം ഒരു AI ഏജൻറ്റ് വരുന്നതോട് കൂടിയിട്ട് ഡീബഗിങ് ആകട്ടെ, അല്ലെങ്കിൽ കംപ്ലയിൻസ് ആകട്ടെ, അല്ലെങ്കിൽ ഡിപ്ലോയ്മെൻ്റ് ആകട്ടെ, ഒരു ടെസ്റ്റിംഗ് ആകട്ടെ, എൻഡ് ടു എൻഡ് എല്ലാം AI ചെയ്യുന്നു. 100-150 മാൻ അവേഴ്സ്, ബില്ലബിൾ അവേഴ്സൊക്കെ ഇരുന്ന് ചെയ്യേണ്ടത് വെറും അരമണിക്കൂർ കൊണ്ടോ, 3/4 മണിക്കൂർ കൊണ്ടോ, 1 മണിക്കൂർ കൊണ്ടോ, അല്ലെങ്കിൽ ഒക്കെ പോട്ടെ 20 മണിക്കൂർ കൊണ്ട് 100 കണക്കിന് മണിക്കൂറുകൾ ചെറുതായിട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ മണിക്കൂറിന് വിലയിടുന്നത് എങ്ങനെ എന്നുള്ള വലിയൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു ടേം SaaSന് പകരം, SaaSന് പകരം, സോഫ്റ്റ്വെയർ ആസ് എ സർവീസിന് പകരം ഔട്ട്കം ആസ് എ സർവീസ് എന്നുള്ള രീതിയിലേക്ക് ഉയർന്നു വന്നത്. അതായത് നിങ്ങൾ എന്ത് പണി എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, എനിക്ക് ഈ ഒരു സാധനം കിട്ടിയാൽ മതി, ഈ സാധനത്തിൻ്റെ വില എന്താണ് എന്നുള്ളത് മാത്രം എനിക്കറിഞ്ഞാൽ മതി, നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതോ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഔട്ട്കമാണ് പ്രധാനം. ഇങ്ങനെ വരുന്നതോട് കൂടിയിട്ട് വലിയൊരു പ്രശ്നം, നമ്മൾ കാണുന്ന വലിയ മുൻനിര IT കമ്പനികളെയൊക്കെ സംബന്ധിച്ച് കൂടുതൽ ആളുകളെ ഹയർ ചെയ്യുക, കൂടുതൽ പണിയെടുപ്പിക്കുക, കൂടുതൽ മാനവേഴ്സ് കൂട്ടുക, അങ്ങനെ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു വളരെ ലളിതമായിട്ടുള്ള റവന്യൂ മോഡൽ അത് തകർന്ന് തരിപ്പണാവും. ഇതിനോടുകൂടി ഇന്ന് നിലനിൽക്കുന്ന ആ ഒരു IT കമ്പനികളുടെ സ്ട്രക്ചർ അതിന് കുറേയൊക്കെ മാറ്റം വരും.
ഇതിനെ തുടർന്നാണ് വലിയൊരു വാല്യുവേഷൻ്റെ മുകളിൽ ഏകദേശം ഇന്ത്യൻ IT കമ്പനികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 to 30x എന്ന് പറയുന്ന ഒരു വാല്യുവേഷനിലൊക്കെയാണ് വാല്യുവേഷനൊക്കെയാണ് നിൽക്കുന്നതാണ്. പക്ഷേ ഈ ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന IT കമ്പനികളുടെ സ്ട്രക്ചർ മാറിക്കഴിഞ്ഞാൽ ഒരു 15 to 20 PE എന്ന് പറയുന്ന നിലയിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് ട്രേഡ് ചെയ്യുന്ന IT കമ്പനികളുടെ എല്ലാം ഷെയർ പ്രൈസ് കുറഞ്ഞേ മതിയാകൂ എന്ന് സാരം. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ PwC ആകട്ടെ അല്ലെങ്കിൽ BCG ആകട്ടെ ഇവരെല്ലാം കൺസൾട്ടൻസി പേപ്പറിൻ്റെ അകത്ത് പറയുന്നത് 2030 കൂടിയിട്ട് ഏകദേശം $48 ബില്യൺ തത്തുല്യമായിട്ടുള്ള ഏജൻറ്റിക് AI മാർക്കറ്റ് ഉണ്ടാകും എന്നാണ്. അതായത് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ പറഞ്ഞപ്പെട്ടിരുന്ന അറിവ്, ഈ ഒരു അറിവെന്ന് പറയുന്നത് അനന്തമാവുകയും അത് യഥാർത്ഥത്തിൽ വെറുതെ കിട്ടുന്ന ഒരു ചരക്കായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് കാര്യമായിട്ടൊരു വില ആളുകൾ കാണുകയില്ല. ആ ഒരു വാല്യുവേഷൻ ശ്രിങ്കേജ്, ആ ഒരു വാല്യുവേഷൻ ഡിപ്ലീഷൻ, അതിലുള്ള ആ ഒരു വാല്യുവേഷൻ്റെ കുറവാണ് സത്യത്തിൽ 30 PE എന്ന രീതിയിൽ നിന്നും 20 PEയിലേക്കോ 15 PEയിലേക്കോ IT കമ്പനികളുടെ വാല്യുവേഷൻ ചുരുങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം IT കമ്പനികളുടെ എല്ലാം തകർച്ചയോ അല്ലെങ്കിൽ ഈ അങ്ങോട്ട് തിരിച്ചുവരവില്ലേ എന്നുള്ളതാണ്. പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വലിയൊരു പരിധി വരെ ഒരു ഉട്ടോപ്യൻ ഭാവനയാണ്. അതായത് 100% ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുമെന്നും ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സുകളും AI ഏജൻസി ഏറ്റെടുക്കും എന്നുള്ളതും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് കുറേ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം AI സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഈ ഒരു ചോദ്യം തന്നെയാണ് എലോൺ മസ്ക് ചോദിച്ചതും സ്പേസ് എക്സിനെയും XAIനെയും ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുത്തതും. അതായത് $1.25 ട്രില്യൺ തത്തുല്യമായിട്ടുള്ള ഒരു ഗ്ലോബൽ നെർവസ് സിസ്റ്റം എലോൺ മസ്ക് ബിൽഡ് ചെയ്തു എന്നർത്ഥം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഡാറ്റാ സെൻറ്റേഴ്സ് എല്ലാം സ്പേസിൽ കൊണ്ടുപോകാമെന്നും സ്പേസിൽ നിന്നും എനർജി ഹാർവെസ്റ്റ് ചെയ്യാമെന്നും ഉള്ള തോന്നലിൽ നിന്നും, അതുകൊണ്ട് തന്നെ ഭൂമിയിലൂടെയുള്ള പവർ ഗ്രിഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയ്ക്കാമെന്നും അതുവഴി വലിയൊരു പരിധി വരെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാമെന്നും കരുതിയിട്ടാണ് ഈ ഒരു മേർജർ മുമ്പിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ 1-2 വർഷങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ IT കമ്പനികളുടെയും കംപ്ലീറ്റ് റവന്യൂ ഒലിച്ചു പോകുന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. പ്രോസസ്സിംഗ് കപ്പാസിറ്റിയുടെ കൂടെ തന്നെ ഊർജ്ജം എന്ന് പറയുന്ന ഒരു പരിപാടിക്കും കൂടി ഒരു പരിഹാരം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇതൊക്കെ വലിയൊരു പരിധി വരെ നടക്കുകയുള്ളൂ. മറ്റു പലർക്കുമുള്ള ഒരു സംശയം, മിക്ക IT കമ്പനികളും വലിയൊരു ക്യാഷ് പൈലുമായിട്ടാണല്ലോ കുത്തിയിരിക്കുന്നത്. ഇത് വലിയൊരു പരിധി വരെ അവരെ സഹായിക്കില്ലേ, അല്ലെങ്കിൽ ഈ IT കമ്പനികളെ ഒന്നും ഈ പറഞ്ഞ ഒരു സംഭവങ്ങളും ബാധിക്കാൻ പോകുന്നില്ലല്ലോ എന്നുള്ള ശുഭാപ്തി വിശ്വാസമൊക്കെയാണ് IT കമ്പനികളുടെ സ്റ്റോക്ക് കൈയാളുന്നവർക്കുള്ളത്. യാഥാർത്ഥ്യങ്ങളുമായി എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ ക്യാഷ് പൈലൊക്കെ നല്ല രീതിയിൽ ഇനിയുള്ള കുറച്ചു കാലം വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ മറ്റു പലരും പറയുന്നത് പോലെ തന്നെ വിനാശകരമായിട്ടുള്ള ഒരു ഫലമായിരിക്കും കാത്തിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ IT കമ്പനികൾക്കും വലിയൊരു ക്യാഷ് പൈലുണ്ട്, ഒത്തിരി ക്യാഷ് റിസർവ്സ് ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഈ ഒരു പണം ഒന്നുകിൽ വലിയൊരു ഏജൻറ്റിക് AI സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സ്പെൻഡ് ചെയ്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, അഥവാ അതിന് കഴിയുന്നില്ലെങ്കിൽ മേർജറോ അക്വിസിഷൻസോ ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക ഈ പണം വെച്ചിട്ട്. അല്ലാതെ പണ്ടത്തെ രീതിയിൽ റിയൽ എസ്റ്റേറ്റുകൾക്ക് വേണ്ടി കൂടുതൽ ചിലവഴിക്കുകയും കൂടുതൽ ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും പല ഫാൻസീസിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള 1-2 വർഷം വളരെ നിർണായകമായിരിക്കും ഈ പറഞ്ഞ IT കമ്പനികൾക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വിപ്രോയെ പോലെയൊക്കെ പച്ചക്കറി ബിസിനസ്സിൽ നിന്നും വന്ന് സോപ്പ് കച്ചവടത്തിലേക്ക് വന്ന് അതുവഴി ITയിലേക്ക് വരുന്ന പോലെ തിരിച്ചൊരു പോക്ക് എന്തുകൊണ്ട് IT കമ്പനികൾ നടത്തിക്കൂടാ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫോസിസിനാകട്ടെ TCSനാകട്ടെ ഇവർക്കെല്ലാം ഒത്തിരി റിയൽ എസ്റ്റേറ്റ് വാല്യുവേഷനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇൻഫോസിസ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായി രൂപാന്തരപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. അത് പ്രായോഗികമാണോ അല്ലയോ എന്നുള്ളത്. വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ മാത്രമേ പ്രായോഗികമായി വിജയിക്കുകയുള്ളൂ. വിപ്രോയുടെ അനുഭവവും അതുതന്നെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് IT കമ്പനികൾ ഒരു വെർട്ടിക്കൽ ഡീപ്പ് ടെക്കിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ചിപ്പിൻ്റെ R&Dയിലേക്കോ ഡെവലപ്മെൻറ്റിലേക്കോ വേണമെങ്കിൽ കടക്കാം. അതെല്ലാം ഒരു വാല്യൂ അഡീഷൻ പ്രോസസ്സായിരിക്കും. അപ്പോൾ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ IT കമ്പനികൾ നിക്ഷേപിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ IT കമ്പനിയിൽ നിക്ഷേപമുള്ളവരോ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മനസ്സിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹ്യൂമൻ ആസ് എ യൂട്ടിലിറ്റി എന്നുള്ള രീതിയിൽ നിന്നും കാലം മാറി. അതായത് മാനവശേഷി അറ്റ്ലീസ്റ്റ് IT കമ്പനികളിലെങ്കിലും മാനുഷിക വിഭവശേഷി
ആവശ്യമില്ലാത്ത ഒരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. ഓൾറെഡി IT കമ്പനികളുടെ സ്റ്റോക്ക് കയ്യിലുള്ളവരോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്നവരോ മുൻകൂട്ടി നോക്കേണ്ട ഒരു കാര്യം, IT കമ്പനികൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊരു 1.5 വർഷത്തേക്ക് വരുന്ന പുതുതായിട്ട് വരുന്ന അക്വിസിഷൻസ്, പുതുതായിട്ട് വരുന്ന ഏതെങ്കിലുമൊക്കെ മേജേഴ്സ് ഉണ്ടെങ്കിൽ മേജേഴ്സ്, അല്ലെങ്കിൽ പുതുതായിട്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏത് ടെക്നോളജിയിലാണ് എന്നിവയെല്ലാം ഒരു കണ്ണു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇവയൊന്നുമില്ലാതെ അടുത്തൊരു 6 മാസക്കാലം, അതായത് ITയുടെ ഈ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഇവയൊന്നും ചെയ്യാണ്ട് ക്യാഷ് പൈലും കെട്ടിപ്പിടിച്ചിരിക്കുന്ന IT കമ്പനികൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്നും എക്സിറ്റ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചതായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കുകൂട്ടാവുന്നതാണ്. കുറച്ചൊക്കെ പ്രൊയാക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഇൻഫോസിസ് എടുത്തു തുടങ്ങി എന്ന് തോന്നുന്നു. ഇന്ന് അത്തരത്തിലുള്ള എന്തോ ഒരു വാർത്തകളൊക്കെ വന്നത് കണ്ടു. അത് വിശദമായി വായിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ IT കമ്പനികൾ അഥവാ IT കമ്പനികളെ നിക്ഷേപകർ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് പ്രോഡക്റ്റ് ഇല്ലാതെ സർവീസ് മാത്രം ഒരു റവന്യൂ ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തൊക്കെയാണെന്നുള്ളത്. പ്രോഡക്റ്റുള്ള കമ്പനികൾ അവ താരതമ്യേന നിലനിൽക്കും. പക്ഷേ അതേസമയം സർവീസ് മാത്രം ഓഫർ ചെയ്ത് റവന്യൂ ഉണ്ടാക്കുന്നത് അത് താരതമ്യേന എളുപ്പമായിരുന്നുവെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരിതസ്ഥിതിയിലാണ് അത്തരത്തിലുള്ള കമ്പനികളുടെ യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാടുകൾ തുടങ്ങുന്നത്. പരിതസ്ഥിതികളെക്കുറിച്ച് ഏതാണ്ടൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു തരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.